നമസ്കാരം. സഭയിൽ ബി.ജെ.പിയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ കരുക്കൾ നീക്കുകയാണ് കോൺഗ്രസ്. EVM ചതിച്ചുവെന്ന തിരിച്ചറിവോടെ 46 MLA-മാരും ഒരൊറ്റ തീരുമാനം ഇപ്പോൾ എടുത്തുകൊണ്ടാണ് സഭയ്ക്കുള്ളിൽ പ്രത്യേക നീക്കം നടത്തിയിരിക്കുന്നത്. ഇതോടെ ബി.ജെ.പിയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അപകടത്തിലായിരിക്കുകയാണ്. അതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഹരിയാനയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും ബി.ജെ.പി സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഇപ്പോൾ പൊളിച്ചടുക്കിക്കൊണ്ട് ചില ചോദ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതോടെ ഉത്തരം മുട്ടിയ കമ്മീഷൻ കോൺഗ്രസ് പറഞ്ഞതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് കേൾക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിൽക്കുകയാണ്. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ചേർന്ന മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം ബഹിഷ്കരിച്ച മഹാവികാസ് അഘാഡി സഖ്യ അംഗങ്ങൾ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ ആദ്യ ദിനം അത് സഭ ബഹിഷ്കരിച്ചത്. EVMൻ്റെ ദുരുപയോഗം സംബന്ധിച്ച സംശയമാണ് സഭ ബഹിഷ്കരണ തീരുമാനത്തിന് പിന്നിലെന്ന് മഹാവികാസ് അഘാഡി നേതാവ് ആദിത്യ താക്കറെ വ്യക്തമാക്കി. EVMൻ്റെ ദുരുപയോഗത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ആദ്യ ദിനം ബഹിഷ്കരിക്കാൻ തങ്ങളുടെ MLA-മാർ തീരുമാനിക്കുകയായിരുന്നുവെന്നും ആദിത്യ താക്കറെ പറഞ്ഞു. ഇത് ജനങ്ങളുടെ ഒരു വിധിയെഴുത്തായിരുന്നെങ്കിൽ ആളുകൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ജനങ്ങൾ ഒരിടത്തും വിജയം ആഘോഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ EVMകളെക്കുറിച്ച് സംശയമുണ്ടെന്നും ആദിത്യ താക്കറെ പ്രതികരിക്കുകയുണ്ടായി. EVM ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു. ഇത് ജനങ്ങളുടെ വിധിയെഴുത്തല്ല, EVMൻ്റെയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും വിധിയെഴുത്താണെന്നും ശിവസേന UBT നേതാവ് കൂട്ടിച്ചേർത്തു. എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ആദ്യ ദിനം ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തിനെതിരെ അജിത് പവാർ രംഗത്തെത്തുകയുണ്ടായി. പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല. പ്രതിപക്ഷം പരാതിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം. അവിടെ നീതി കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ പോകണം എന്നതായിരുന്നു അജിത് പവാറിൻ്റെ പ്രതികരണം. ഇന്നലെ രാവിലെ 11 മണിക്കായിരുന്നു പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായിട്ട് മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനം ചേർന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.